പൈനാപ്പിൾ കിട്ടിയപ്പോഴേ പെട്ടെന്നൊരു തോന്നൽ ജാം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പൈനാപ്പിൾ അങ്ങോട്ട് തൊലി എത്തിയെടുത്ത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും കൂടെ അരച്ചെടുത്തു. ഒട്ടും വെള്ളം ഇല്ലാതെ വേണം അരയ്ക്കാനേ. പഞ്ചസാരയും കൂടെ ചേർത്തരച്ചാൽ ഇതുപോലെ നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടും. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കുറുക്കിയെടുക്കണം. ചെറിയ തീ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ആ വെള്ളം നന്നായിട്ട് പറ്റി നല്ല വിട്ട് വിട്ട് വരുന്നൊരു പരുവം വേണം. അതാണ് ജാമിൻ്റെ പരുവം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് പറ്റിക്കാനായിട്ട് വെക്കാൻ. ഞാനിതിനകത്ത് പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർക്കുന്നില്ല. കാരണം പൈനാപ്പിളിന് നല്ലൊരു മണമുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ബീട്രൂട്ട് ചേർക്കുന്ന കാരണം നല്ല മിക്സഡ് ഫ്രൂട്ട് ജാം പോലെ ഇരിക്കും. കണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കിയേ കാണാൻ. പണ്ടൊക്കെ നമുക്ക് ജാം തിന്നാൻ എന്ത് കൊതിയല്ലേ. എന്നാൽ നമുക്കിത് വീട്ടിലെപ്പോഴും വാങ്ങിക്കുകയൊന്നുമില്ല. ഇപ്പോഴാണെങ്കിലോ നമുക്കിത് ഈസി ആയിട്ട് ജാം ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊരു തോന്നലായിരുന്നു അന്ന്. ഇപ്പം മനസ്സിലായ കാര്യം, കുട്ടികൾക്ക് കഴിയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കി കൊടുക്കണം. മറ്റേതാണ് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് വരുന്നതല്ലേ. ഇതാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ടുള്ള ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ എത്ര ഈസിയാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. നമുക്കത് ആ ബ്രെഡിലൊന്ന് തേച്ച് നോക്കാം. കണ്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമുമാണ്. എന്നാൽ പിന്നെ കഴിച്ചാലോ.